സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. ഈ കാലത്ത് സാധാരണമായിട്ട് ലോകത്തിൽ കാണപ്പെടുന്നതായിട്ടുള്ള 3 തരത്തിലുള്ള, അവയെ രോഗമെന്ന് വിളിക്കണമോ, പ്രശ്നമെന്ന് വിളിക്കണമെന്നോ, ഗുണമെന്ന് വിളിക്കണമോ, 3 തരത്തിലുള്ളതായ മനുഷ്യനെ ഞെരുക്കുകയും നശിപ്പിച്ചു കളയുകയും ചെയ്യുന്നത്. അതിൽ ഒന്ന് എന്താണെന്ന് വെച്ചാൽ ഈഗോ. ഈഗോ ഈഗോ എന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ അർത്ഥം അറിയാവുന്നവർ കൈ ഉയർത്തുക. ഓക്കെ. ഈഗോ എന്ന വാക്കിന് മലയാളത്തിൽ വ്യക്തമായി അതിൻ്റെ അർത്ഥം എന്താണ്? അഹം. എന്താണ്? അഹം. രണ്ടാമതായി ആറ്റിറ്റ്യൂഡ്. ഈ കാലത്ത് നാം ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് എന്താണ്? ആറ്റിറ്റ്യൂഡ്. ആറ്റിറ്റ്യൂഡ് എന്ന വാക്കിൻ്റെ അർത്ഥം അറിയാവുന്നവർ കൈ ഉയർത്തുക. ആർക്കും അറിയില്ലേ? പലപ്പോഴും നാം ഉപയോഗിക്കാറുണ്ട്, നാം ചെയ്യാറുണ്ട്, പക്ഷേ നമുക്കതിൻ്റെ അർത്ഥമറിയില്ല. നിങ്ങൾ ആറ്റിറ്റ്യൂഡ് എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ, അറിയാമോ? എങ്കിൽ സമ്മതിക്കൂ, തല ഉരുക്കുക. തലയുണ്ടല്ലോ. ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അതിൻ്റെ വ്യക്തമായ അർത്ഥം മനോഭാവം എന്നാണ്. മനോഭാവം. മൂന്നാമതായി ഇൻഫീരിയോറിറ്റി. ഇൻഫീരിയോറിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതാണ്: അപകർഷതാബോധം. എപ്പോഴും നാം ആ വാക്ക് ഉപയോഗിക്കുന്നതല്ല. അപകർഷതാബോധം. അപകർഷതാബോധം എന്ന് പറഞ്ഞാൽ അനേകം ആളുകളും ഇൻഫീരിയോറിറ്റി എന്ന് തന്നെയാണ് ഉപയോഗിക്കുന്നത് ഈ വാക്കിൽ. അതായത് ഒരു തരത്തിലുള്ളതായ അരക്ഷിത മനോഭാവം, സുരക്ഷിതം തോന്നാത്ത ഒരു മനോഭാവം, ഒരു തരത്തിലുള്ളതായ ഇൻസെക്യൂരിറ്റി ഫീലിംഗ്. ഈ 3 തരത്തിലുള്ള സ്വഭാവങ്ങളും നമ്മളുടെ ജീവിതത്തിൽ ഉള്ളതാണ്. ഇവയെല്ലാം നമുക്ക് ജീവിതത്തിൽ മാറ്റിയെടുക്കുവാൻ കഴിഞ്ഞാൽ, ഇതിനെ ഒരുക്കിയെടുക്കുവാൻ കഴിഞ്ഞാൽ നമുക്കത് സാധിക്കുകയില്ല. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രമേ അത് കഴിയുകയുള്ളൂ. നമ്മുടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നാം അവയിൽ നിന്ന് മോചനം പ്രാപിച്ച് രൂപാന്തരപ്പെടുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കും സന്തോഷത്തോടെ ആയിരിക്കുവാൻ കഴിയും, നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്കും സന്തോഷം കൊടുക്കാൻ കഴിയും. ഇന്ന് മനുഷ്യർക്ക് വന്നിരിക്കുന്ന വലിയ രോഗം എന്താണെന്ന് വെച്ചാൽ അവർ സന്തോഷത്തോടു കൂടി ആയിരിക്കുകയില്ല, അവരുടെ ചുറ്റുപാടുമുള്ളവർക്ക് സന്തോഷം കൊടുക്കുകയും ഇല്ല. ഭർത്താവ് സന്തോഷത്തോടു കൂടി ജീവിച്ച് ഭാര്യയെ സന്തോഷിപ്പിക്കണം, ഭാര്യ സന്തോഷത്തോടെ ഇരുന്നു കൊണ്ട് ഭർത്താവിനെയും സന്തോഷിപ്പിക്കണം. മാതാപിതാക്കൾ സന്തോഷത്തോടെ ഇരുന്നു കൊണ്ട് മക്കൾക്ക് സന്തോഷം കൊടുക്കണം, മക്കൾ സന്തോഷത്തോടെ ഇരുന്നു കൊണ്ട് മാതാപിതാക്കൾക്ക്. എന്നാൽ ഇപ്പോഴെന്താണ് സംഭവിക്കുന്നത്? എല്ലാം എതിരായിട്ടാണ്. എന്നാൽ ഈ രോഗങ്ങൾ 3 കൂടിയിരിക്കുകയാണ്. അതുകൊണ്ട് ഓരോ മനുഷ്യരിലും അഹം വർദ്ധിച്ചിരിക്കുന്നു. ഉപ്പ് കൂടിപ്പോയാൽ എങ്ങനെയാകുന്നു? അതേപോലെ അഹം കൂടിയിരിക്കുന്നു. പുരാണങ്ങളിൽ പറയാറുണ്ട് അഹം ബ്രഹ്മം എന്ന്. അതായത് നീ തന്നെയാണ്, നിനക്കാണ് പ്രാധാന്യം, നിന്റെ ജീവിതത്തിൽ നിനക്കാണ് പ്രാധാന്യം, നീ നിന്നെക്കുറിച്ച് തന്നെ ആലോചിക്കുക എന്ന്. നിന്നെക്കുറിച്ച് തന്നെ പറയുന്നത്, നിനക്ക് വേണ്ടി മാത്രം കഷ്ടപ്പെടുന്നത്, നിന്റെ ഇഷ്ടങ്ങൾ, നിന്റെ ആഗ്രഹങ്ങൾ, നിന്റെ സ്വപ്നങ്ങൾ, ജീവിതത്തിൽ നിന്റെ ആഗ്രഹങ്ങൾ മാത്രം സാധിച്ചെടുക്കണം എന്നുള്ളത് അല്ലാതെ മറ്റുള്ളവരെക്കുറിച്ച് ആലോചിക്കാത്തതായ മനസ്സാണ് ഈഗോ. നീ ഏതു സമയത്തും നിന്നെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ സന്തോഷം ഒരിക്കലും ഉണ്ടാകില്ല. ഒരാൾ ഇപ്രകാരം പറഞ്ഞു: നിന്നെക്കുറിച്ച് മാത്രം നീ ചിന്തിക്കുക, ആരും നിന്നെക്കുറിച്ച് ചിന്തിക്കത്തില്ല. നീ മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുക, മറ്റുള്ളവർ അനേകർ നിന്നെക്കുറിച്ച് ചിന്തിക്കും. നമ്മുടെ അഹം, നമ്മുടെ ഈഗോ മാറുന്നതായ സമയത്ത് നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർ നമ്മെ കുറിച്ച് ചിന്തിക്കുവാൻ ഇടയാകും. നോക്കൂ, ബൈബിളിൽ പൗലോസ് പറഞ്ഞ കാര്യങ്ങളിൽ, അതുപോലെ കർത്താവിൻ്റെ വചനങ്ങളിൽ അതുതന്നെയാണ് കാണുന്നത്. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം 2-ാം വാക്യം: നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏകഭാവം പൂണ്ട് ഐക്യമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവീൻ.
എന്താണ്? നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം പൂണ്ട് ഐക്യമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എൻ്റെ സന്തോഷം. ഈഗോ ഉള്ളവർക്ക് മറ്റുള്ളവരുമായി ചേരുവാൻ കഴിയുകയില്ല. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യണം, നീ പറയുന്നത് പോലെയല്ല. നിന്റേത് നിന്റേതാണ്, എന്റേത് എന്റേതാണ് എന്നുള്ളതായ ചിന്ത. നിന്റെ ഇഷ്ടം എൻ്റെ ഇഷ്ടമല്ല. ഇപ്പൊ നോക്കുമ്പോൾ എൻ്റെ ഇഷ്ടം നമ്മുടെ ലോകത്തിൽ കൂടിക്കൂടി ഇരിക്കുകയാണ് ഇപ്പോൾ. എൻ്റെ ഇഷ്ടം എൻ്റെ പണം, എൻ്റെ ഇഷ്ടം എൻ്റെ ശരീരം, എൻ്റെ ഇഷ്ടം എൻ്റെ ജീവിതം, എൻ്റെ ഇഷ്ടം എൻ്റെ സമ്പത്ത് എന്ന് ചിന്തിക്കുന്ന ആളുകൾ കൂടിയിരിക്കുന്നു. നമ്മുടെ ഭാരതത്തിൽ പോലും വിവാഹം കഴിഞ്ഞ കുടുംബക്കാർ പോലും ഭാര്യ പറയും, എൻ്റെ ഇഷ്ടമാണ്, എപ്പോഴും ഭർത്താവിൻ്റെ കൂടെ തന്നെ നിൽക്കണമോ? എനിക്കിഷ്ടമുള്ളവരുടെ കൂടെ ഞാൻ ജീവിക്കും, എനിക്കിഷ്ടമുള്ളവൻ്റെ കൂടെ ഞാൻ സിനിമയ്ക്ക് പോവും, ഇന്ന് എനിക്കിഷ്ടമുള്ളവൻ്റെ കൂടെ സിനിമയ്ക്ക് പോവും, നാളെ മറ്റൊരാളുടെ പോവും, അത് കഴിഞ്ഞ് മറ്റൊരാളുടെ പോവും. നിങ്ങൾക്കും ഇഷ്ടമുള്ളവരോട് പോവുക. നിങ്ങൾക്കിഷ്ടമുള്ള സ്ത്രീയുമായിട്ട് സിനിമയ്ക്ക് പോവുക, ഞാൻ എനിക്കിഷ്ടമുള്ള പുരുഷനുമായിട്ട് ഞാൻ പോകും. വീട്ടിൽ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് കഴിയാം. ഇതെന്തൊരു കുടുംബമാണ്? എൻ്റെ ഇഷ്ടം ഇന്നുള്ള യൗവനക്കാരെ നോക്കൂ, മാതാപിതാക്കളെ അനുസരിക്കുകയില്ല. എൻ്റെ ഇഷ്ടം. അനേകം കുട്ടികൾ വന്ന് പറയാറുണ്ട്, എൻ്റെ മാതാപിതാക്കൾ ഞങ്ങളെ പരിഗണിക്കുന്നില്ല, എൻ്റെ പിതാവ് സമയത്തിന് വീട്ടിൽ വരില്ല, ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ ചെലവ് കാര്യങ്ങൾ നോക്കുകയില്ല. സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഒരുവൻ യേശുക്രിസ്തുവിലേക്ക് വരുന്നതായ സമയത്ത് അവൻ്റെ ജീവിതത്തിൽ ചെയ്യേണ്ടുന്ന ഒന്നാമത്തെ കാര്യം ഇതാണ്: ഒരുവൻ എന്നെ പിന്തുടരുവാൻ ആഗ്രഹിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ചുകൊണ്ട്, തൻ്റെ ആഗ്രഹത്തെ മാറ്റിവെച്ചുകൊണ്ട്, തൻ്റെ സ്വാർത്ഥതയെ ക്രൂശീകരിച്ച്, തൻ്റെ ഇഷ്ടങ്ങളെ മാറ്റിവെച്ച്, എൻ്റെ ഇഷ്ടം ചെയ്യുന്നതിന് മാത്രമേ എന്നെ അനുഗമിക്കാൻ കഴിയൂ. ആറ്റിറ്റ്യൂഡ് മാറ്റണം, നമ്മുടെ ജീവിത രീതികൾ മാറ്റണം, നമ്മുടെ സ്വഭാവങ്ങൾ മാറ്റണം. കൊച്ചുകുട്ടി പറഞ്ഞാലും മറ്റൊരു ദൈവദാസൻ പറഞ്ഞാലും അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ വചനം അനുസരിച്ച് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. ഈ കാലത്തുള്ള മനുഷ്യർ തങ്ങളുടെ അകത്തെ ക്രൂശീകരിക്കുന്നില്ല. ആരെങ്കിലും ഒരു കാര്യം പറയുന്ന സമയത്ത് നിങ്ങളെ കറക്റ്റ് ചെയ്യുമ്പോൾ, ഇത് തെറ്റാണ് മോനെ, ഇങ്ങനെ ചെയ്യുവാൻ പാടില്ല, ഇത് തെറ്റാണ് മകനെ, ഇത് തെറ്റാണ് മകളെ എന്ന് ആരെങ്കിലും നിങ്ങളോട് പറയുമ്പോൾ ഉടൻ തന്നെ നിങ്ങളുടെ റിയാക്ഷൻ എന്താണെന്ന് നോക്കൂ. എന്താണ്? ആരോ പറഞ്ഞിരിക്കുകയാണ്, എന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. നിങ്ങൾക്കെന്താണ്? എൻ്റെ ഇഷ്ടമാണ്. ചില ആളുകൾ വെളിയിൽ പറയാതെ മൂളാറുണ്ട്. അങ്ങനെ എപ്പോഴാണ് നിന്റെ ജീവിതത്തിൽ റിയാക്ഷൻസ് ഉണ്ടാകുന്നത്? അതിൻ്റെ അർത്ഥം നിന്നിൽ ഈഗോ ഉണ്ടെന്നാണ്, നിന്റെ അഹം മരിച്ചിട്ടില്ല എന്നാണ്. നിന്റെ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത്, അതെയോ ശരി, ഞാൻ നേരെയാക്കാം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞാനത് നേരെയാക്കാം എന്നുള്ളതായ വാക്ക് നിന്നിൽ നിന്ന് വരുന്നുണ്ട് എങ്കിൽ ക്രിസ്തുവിൻ്റെ മനസ്സ് നിന്നിൽ ഉണ്ടെന്നാണ്. അതുകൊണ്ടാണ് ക്രിസ്തീയ ആളുകളുടെ ജീവിതത്തിൽ വഴക്കുകളില്ലാത്തത്. നാം വഴക്കുണ്ടാക്കുന്ന വ്യക്തികളായിരിക്കുവാൻ വേണ്ടി പാടില്ല. ലോകത്തിൽ മറ്റാർക്കും തന്നെ അങ്ങനെയുള്ള സ്വഭാവമില്ല. കുട്ടികൾ ബഹളം വെച്ച് വഴക്കുണ്ടാക്കിയാൽ അത് അവരുടെ സ്വഭാവമാണ്, അതവരുടെ ശീലമാണ്. പഴയ ആദാമിൻ്റെ സ്വഭാവം നമ്മളിലുള്ളത് കൊണ്ടാണത്. എന്നാൽ അവർ മുതിർന്നവർ ആയതിനു ശേഷവും എന്തെങ്കിലും ചെറിയ കാര്യത്തിന് മുഖം വീർപ്പിക്കുക, വെറുതെ ഹടപടാന്ന് സംസാരിക്കുക, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് മുഖം വീർപ്പിച്ചിരിക്കുക, ചോറ് കഴിക്കാൻ വരാൻ പറഞ്ഞ് എനിക്ക് വേണ്ട, ഞാൻ കഴിക്കുന്നില്ല, കോളേജിൽ പോകാൻ പറഞ്ഞ് ഞാൻ പോകത്തില്ല, ഞാൻ പഠിക്കുന്നില്ല, എൻ്റെ ജീവിതം ഇങ്ങനെ തന്നെ പോട്ടെ എന്ന് പറയുമ്പോൾ എന്താണിത്? അങ്ങനെ എന്തുകൊണ്ടാണ് നമ്മുടെ സ്വഭാവം വരുന്നത്? എൻ്റെ കാര്യങ്ങൾ ഇടപെടാൻ പാടില്ല, എൻ്റെ കാര്യങ്ങൾ ഇടപെടരുത്, എന്നെ തൊടാൻ പാടില്ല എന്ന് പറയുന്ന ചില ആളുകൾ. നിങ്ങൾ ചെറിയ ചെടി കണ്ടിട്ടുണ്ടല്ലോ, തൊട്ടാവാടി, അത് തൊട്ട ഉടൻ തന്നെ അത് മടങ്ങിപ്പോകുന്ന കാണാം. ചെറുപ്പകാലത്ത് ആ ചെടി എടുത്തിട്ട് ഒരുപാട് നമ്മൾ കളിക്കാറുണ്ടായിട്ടുണ്ട്. കൈകൊണ്ട് ആ ഇലയൊന്ന് തൊട്ടാൽ മാത്രം മതി, അപ്പോൾ തന്നെ അത് മടങ്ങിപ്പോകുന്നത് കാണാം. ചില ആളുകളുടെ സ്വഭാവം അങ്ങനെയാണ്. ആലയത്തിൽ വരുന്ന സമയത്ത്, പ്രസംഗം കേൾക്കുന്ന സമയത്ത് ചില പ്രത്യേക വിഷയങ്ങൾ പറയുമ്പോൾ ഞങ്ങൾക്കറിയാമല്ലോ, ഞങ്ങൾക്കതെല്ലാം അറിയാം, അത് മടങ്ങിപ്പോവുകയാണ്. അകത്തേക്ക് ആ വചനങ്ങൾ കയറില്ല, മനസ്സിലേക്ക് അത് കയറുന്നില്ല, അകത്തേക്ക് കയറുന്നില്ല. ആ അഹം ക്രൂശിക്കപ്പെടണം, ആ ഈഗോ മാറണം, ആ സ്വാർത്ഥത പോകണം. അതാണ് യേശു ക്രിസ്തു കാണിച്ചു തന്നത്. ഇപ്പോൾ എൻ്റെ സ്വാർത്ഥത പോയി, നിങ്ങളുടെ സ്വാർത്ഥത പോയി, അവൻ്റെ സ്വാർത്ഥത പോയി, അവളുടെ സ്വാർത്ഥത പോയി. അപ്പോൾ എല്ലാവരുടെയും സ്വാർത്ഥത പോകുമ്പോൾ നമുക്ക് എങ്ങനെയുള്ള മനസ്സാണ് കിട്ടുന്നത്?
നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കും, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കും, നമ്മൾ പരസ്പരം സഹകരിക്കും. ഈ കാലത്ത് അങ്ങനെ ഉണ്ടാകാത്തതിൻ്റെ കാരണം, മറ്റൊരാൾ പറയുന്നത് അംഗീകരിക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, രണ്ടുപേർക്കും ഒരേ അഭിപ്രായം ഉണ്ടാകാത്തതിൻ്റെ കാരണം തീർച്ചയായും ഒരാൾ റോങ്ങും ഒരാൾ റൈറ്റുമായിരിക്കും. ഒരാൾ ദൈവത്തിൻ്റെ പക്ഷവും ഒരാൾ പിശാചിൻ്റെ പക്ഷവും ആയിരിക്കും. അങ്ങനെ ചോദിച്ചാലും പറയും, നീയാണ് സാത്താൻ്റെ പക്ഷം, ഞാൻ ദൈവത്തിൻ്റെ പക്ഷമാണെന്ന് പറഞ്ഞ് വീണ്ടും തർക്കിക്കുവാൻ ഇടയാകും. ജഡ്ജ്മെൻ്റ് ഒന്നും, അതായത് ന്യായം വിധിക്കുന്നത് നാമല്ല. ഏതു സമയത്തും നിങ്ങളെ തന്നെ നിങ്ങൾ പരിശോധിക്കുക, നിങ്ങളുടെ ഈഗോ ഏത് ലെവലിൽ ഉണ്ടെന്ന്. നമ്മുടെ ഈഗോയ്ക്ക് ചില ലെവലുകൾ കാണും. എപ്പോഴും ഒരു ചെറിയ ചൂട് കാണും. നമ്മുടെ ശരീരം തണുത്തിരിക്കുകയാണെങ്കിൽ എൻ്റെ അർത്ഥം എന്താണ്? നമുക്ക് ജീവനില്ല എന്നാണ്. ശരീരോഷ്മാവ് എത്ര ഉണ്ടായിരിക്കണം? 98.4 ഉണ്ടായിരിക്കണം. അതിലും അല്പം കൂടിയാൽ 99 വരികയാണെങ്കിൽ ചെറിയ പനി ആരംഭിച്ചിരിക്കുന്നു. 102 വരികയാണെങ്കിൽ അമ്മോ, മാക്സിമം 103, 102 ഒക്കെ കാണിക്കുകയാണെങ്കിൽ അത് വലിയ പനിയുള്ളത്, വളരെ ഭീകരാവസ്ഥയാണെന്നാണ് കാണിക്കുന്നത്. അതുപോലെ നമ്മുടെ ജീവിതത്തിലെ അഹവും നിങ്ങൾ പരിശോധിക്കേണ്ടതാണ്. നോർമൽ ലെവലിൽ നമുക്ക് ഉണ്ടായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ആളുകൾക്ക് സ്വയം അഭിമാനം ഉണ്ടായിരിക്കണം. അതുപോലെ നമുക്ക് സ്വയം ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം. നമ്മെക്കുറിച്ച് നമുക്ക് തന്നെ ഒരു അഭിപ്രായം ഉണ്ടായിരിക്കണം. നമ്മളെടുക്കുന്ന തീരുമാനങ്ങളിൽ നമുക്കൊരു ഉറപ്പുണ്ടായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഏത് വിഷയത്തിനെക്കുറിച്ചും വ്യക്തമായൊരു അഭിപ്രായം ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ അവരും ഇവരും പറയുന്നത് പോലെ പോവുകയാണെങ്കിൽ അതിനകത്തൊരു യാതൊരു വ്യക്തതയും ഇല്ലെന്നാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നിഗളം ഉണ്ടാകുകയാണെങ്കിൽ മറ്റുള്ളവർ നമ്മെക്കുറിച്ച് പറയുമ്പോൾ അത് കേൾക്കുവാനും അംഗീകരിക്കേണ്ട കാര്യം അംഗീകരിക്കുവാനും ഉള്ള മനസ്സുണ്ടാകുന്നില്ലെങ്കിൽ, അവരോട് മറുതലിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിന്റെ ജീവിതത്തിലെ ഈഗോ കൂടിയിരിക്കുന്നു. ജീവിതം വിശുദ്ധീകരിക്കപ്പെട്ടിട്ടില്ലെന്നാണ്. ഇന്ന് അനേകം ആളുകൾ ശാസന നീ ഇഷ്ടപ്പെടുന്നില്ലല്ലോ, ജീവിതത്തിൽ അച്ചടക്കം ഇഷ്ടപ്പെടുന്നില്ലല്ലോ. അനേകം ആളുകൾ ശാസനയെ വെറുക്കുന്നവരാണ്. ശാസന കേൾക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്, വളരെ കഷ്ടമാണ്. ജീവിതത്തിൽ ശാസന ഇഷ്ടപ്പെടുന്നത് ബുദ്ധിമുട്ടാണ്. ഒരു കയ്പുള്ള ഗുളിക കഴിക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ കഴിച്ചാൽ അത് ശരീരത്തിൽ ചെന്നിട്ട് എത്രമാത്രം നന്മ ചെയ്യും. ശാസനയും ഉപദേശങ്ങളും മുന്നറിയിപ്പുകളും ഈ കാലത്ത് ലോകത്തിൽ ആരും ഇഷ്ടപ്പെടുന്നില്ല. മക്കൾ മാതാപിതാക്കൾ പറയുന്നത് അംഗീകരിക്കുന്നില്ല. ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ഖണ്ഡിക്കുന്നത് അവർ ഇഷ്ടപ്പെടുന്നില്ല. എന്തിനേറെ പറയുന്നു, ദൈവദാസന്മാർ പോലും സഭയിൽ പറയുന്ന വചനങ്ങളെ അംഗീകരിക്കുവാൻ ദൈവമക്കൾക്ക് കഴിയാതെ പോകുന്നു. ദേഷ്യപ്പെട്ട് പറയാൻ പാടില്ല, ഗൗരവത്തോടെ പറയാൻ പാടില്ല. വളരെ സ്നേഹത്തോടുകൂടി, പുറമെ വളരെ സുഖമായിട്ട്, പുറമെയുള്ള മുറിവുകളൊക്കെ എന്താണ്, നമുക്ക് സാധാരണ മുറിവുണ്ടാവുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അങ്ങനെ ഊതിക്കൊടുക്കുകയാണെങ്കിൽ വളരെ സുഖമാണല്ലോ. നാമും പലപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ടല്ലോ. അങ്ങനെ ഊതുകയാണെങ്കിൽ ഒരു ആശ്വാസം ലഭിക്കും. അതുപോലെ ദൈവസന്നിധിയിൽ വന്നിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾക്ക് രോഗം, സാമ്പത്തിക ബുദ്ധിമുട്ട്, ശാരീരിക ക്ലേശം, പലതരത്തിലുള്ള ബുദ്ധിമുട്ട് അങ്ങനെ വരുന്നതായ മക്കളോട് ദൈവദാസൻ ഒന്നും ദുഃഖിക്കണ്ട, വേദനിക്കേണ്ട, ഭയപ്പെടേണ്ട, നിരാശപ്പെടേണ്ട, കർത്താവുണ്ട്. അപ്പോൾ എന്ന ആശ്വാസത്തോടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് വീണ്ടും തുടങ്ങും ആ മുറിവിന് മരുന്ന് വെച്ച് കെട്ടാതെ. സാധാരണ മുറിവുണ്ടാകുന്ന സമയത്ത് അവിടേക്ക് മരുന്നൊഴിക്കാറുണ്ടല്ലോ. ആ മരുന്ന് ഒഴിക്കുന്നതായ സമയത്ത് എങ്ങനെയായിരിക്കും അനുഭവം? ഭയങ്കര വേദനയായിരിക്കും. എന്നാൽ അത് ഒഴിക്കുന്നത് കൊണ്ട് എന്താണ്, സെപ്റ്റിക് ആകാതെ മുറിവ് കരിയാനിടയാകും. അങ്ങനെയല്ലാതെ മരുന്നൊഴിക്കാതെ വെറുതെ ഷൂന്ന് കാണിച്ചിട്ട് പോയി എന്ന് പറഞ്ഞാൽ ഇന്ന് പോയെന്ന് തോന്നും, എന്നാൽ നാളെ എന്താണ് സംഭവിക്കുന്നത്? അങ്ങനെ ഈ കാലത്തുള്ള മനുഷ്യരും അവരുടെ ജീവിതത്തിൽ ഒരുക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നില്ല. ഈ കാലത്ത് നിന്റെ ആറ്റിറ്റ്യൂഡ് മാറണം, നിന്റെ സ്വഭാവം മാറണം. പെട്ടെന്ന് ഭർത്താവ് വീട്ടിലേക്ക് വരുന്നു, എന്തു ചെയ്യുകയാ? ഇന്ന് വളരെ കോപത്താലാണല്ലോ. നിങ്ങൾ നോക്കിയിരിക്കുകയായിരുന്നു. അതെ, സത്യം പറയൂ. ശരിയാണ്. വിവരം കെട്ടവളെ, അതെ. നാണം കെട്ടവളെ, അതെ. കാപ്പി കുടിച്ചല്ലോ, ഞാൻ കാപ്പി എടുത്തുകൊണ്ട് വരാം എന്ന് പറയുന്ന സ്ഥാനത്ത് നിങ്ങളെന്ത് ചെയ്യുകയാണ്? നിനക്കെന്താണ് ഇവിടെ പണി? നീ നിന്റെ കാര്യം നോക്കി ജീവിക്ക, ഞാൻ എന്താ ഇവിടെ വെറുതെ ഇരിക്കുകയാണെന്നാണ് വിചാരം? അവൻ്റെ ബുദ്ധിമുട്ട് അവനുണ്ട്, അവളുടെ സങ്കടം അവൾക്കുണ്ട്. ഇവന് വെളിയിൽ പ്രശ്നം, ഇവക്ക് വീട്ടിൽ പ്രശ്നം. അങ്ങനെ പരസ്പരം ഈഗോ കാണിക്കുന്നുണ്ട്. എന്താണ് പറ്റുന്നത്?
തന്നെത്താൻ സ്വാർത്ഥത കാണിക്കുമ്പോൾ, അവരുടെ ഈഗോ കാണിക്കുമ്പോൾ അവസാനം എന്താണ് സംഭവിക്കുന്നത്? വീട്ടിൽ തീ കത്തുവാൻ ഇടയാകുന്നു. എന്താണ് നടക്കുന്നത്? അവന്റെ സങ്കടവും മാറുകയില്ല, ഇവളുടെ സങ്കടവും മാറില്ല. നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറണം. കോഫി എടുത്തോണ്ട് വരൂ. ഞാൻ എന്താ പണിക്കാരിയാണോ നിങ്ങൾ പറയുന്നത് പോലെ ചെയ്യുവാൻ എന്ന് പറയാൻ വേണ്ടി തോന്നും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാര്യങ്ങളെല്ലാം ചെയ്തു തരണോ? അതെ, ദൈവം തക്ക തുണയായിരിക്കാൻ വേണ്ടിയാണല്ലോ എന്നെ ആക്കിയിരിക്കുന്നത്. അദ്ദേഹം കോഫിയല്ല ചോദിച്ചുള്ളോ എന്ന് വിചാരിച്ചുകൊണ്ട് നീ നേരെ അനുസരിക്കുകയാണെങ്കിൽ നിന്റെ പ്രതികരണം എന്താണ്? അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്നും വ്യത്യാസമായിരിക്കും. എന്താണ്? പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രതികരിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഈഗോയോട് കൂടെ പ്രതികരിക്കുന്നത് കാരണം നമുക്ക് പരിഹാരം ലഭിക്കുന്നില്ല. മറ്റുള്ളവർക്കത് ഫീലായി മാറുന്നു, അവർക്ക് ബുദ്ധിമുട്ടായി മാറുന്നു, നമുക്ക് അവസാനം സമാധാനം നഷ്ടപ്പെടുകയും ചെയ്യും. ഇത് പാപ സ്വഭാവമാണ്. അഹം ക്രൂശീകരിക്കപ്പെടുമ്പോൾ ഞാൻ ഒരു മനുഷ്യനല്ല, കൃമിയത്രേയെന്ന് ദാവീദ് യേശുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ച് പറയുന്നു. ഞാൻ മനുഷ്യനല്ല, കൃമി അത്രേ. നിങ്ങൾ കണ്ടിട്ടില്ലേ, മണ്ണിരെ കണ്ടിട്ടില്ലേ? മണ്ണിരെ എന്നാണോ അതോ ഇവിടെ മറ്റെന്തെങ്കിലുമാണോ വിളിക്കുന്നത്? ആ മണ്ണിരെ നിങ്ങൾ നോക്കുന്ന സമയം, ഞാൻ ചെറുപ്പകാലത്ത് ആ മണ്ണിരെ കൊണ്ടുപോയിട്ട് രണ്ടായിട്ട് മുറിച്ച് രണ്ട് രീതിയിലാക്കുമായിരുന്നു. അങ്ങനെ അതിനെ രണ്ടാക്കി മാറ്റിയാലും അത് രണ്ട് വശത്തോട്ടും അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അതൊരിക്കലും ഇങ്ങോട്ട് വന്നിട്ട് നീ കട്ട് ചെയ്തോന്ന് പറഞ്ഞാൽ നിന്നെ കൊത്താൻ വേണ്ടി വരുമോ? അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുകയല്ലാതെ നിന്നെ കടിക്കാൻ വരുമോ? കൊത്തുവാൻ വരുമോ? ബഹളമുണ്ടാക്കുമോ? നിലവിളിക്കുമോ? അങ്ങനെ തന്നെ അത് സഹിക്കും. അതേസമയം ഒരു പാമ്പിൻ്റെ അടുത്ത് ചെന്നിട്ട് അതിനെ തട്ടേണ്ട ആവശ്യമില്ല, വെറുതെ ഒന്ന് കൈ കാണിച്ചാൽ മതി, അപ്പോൾ തന്നെ പത്തി വിടർത്തും. യേശുക്രിസ്തുവിൽ ഉള്ളവർ സഹിക്കുന്നവരായിരിക്കും, വഹിക്കുന്നവർ ആയിരിക്കും. മറ്റുള്ളവർ കഷ്ടപ്പെടണം, ഞാൻ അനുഭവിക്കണം, ഞാൻ സുഖിക്കണം. ഇതാണ് ഇന്നുള്ള മനുഷ്യന്റെ സ്വഭാവം. അവർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടല്ലോ, അവർ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഇതെൻ്റെ ജീവിതത്തിൽ കിട്ടിയത് എന്ന് ഇന്നുള്ള മനുഷ്യർ ആലോചിക്കുന്നതേയില്ല. ഒരുവന്റെ അധ്വാനത്തെ കാണാതെ നിന്റെ സുഖ സൗകര്യങ്ങൾ മാത്രമാണ് നീ നോക്കുന്നത്. ആ സ്വഭാവം ഇന്ന് മാറണം. ക്രിസ്തുവിൻ്റെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ നിന്റെ ശത്രുക്കളെ സ്നേഹിക്കുക, ഒരു ചെകിടത്തടിക്കുന്നവന് മറുചെകിടും കാണിച്ചു കൊടുക്കൂ, പകപോക്കാൻ പാടില്ല, തിന്മയ്ക്ക് പകരമായി തിന്മ ചെയ്യരുത്, എന്റെ നിമിത്തം നിങ്ങൾ സകലതും സഹിക്കുക. ഞാൻ ഈ ലോകത്തിലേക്ക് വന്ന് അറുക്കപ്പെടുവാനുള്ള കുഞ്ഞാട് പോലെ. എന്താണ്? ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വായടയ്ക്കുകയാണെങ്കിൽ, നിശബ്ദമായിരിക്കുകയാണെങ്കിൽ പകുതി പ്രശ്നങ്ങൾ തീരാനിടയാകും, പ്രശ്നത്തിന് പരിഹാരം കിട്ടും. എന്നാൽ വായ്ക്ക് കൺട്രോൾ ഇല്ല എങ്കിൽ നിന്റെ വാക്കുകൾ കാരണമാണ്, നിന്റെ വായ് കാരണമാണ് ശരീരത്തിന് ദോഷം സംഭവിക്കുന്നതെന്ന് പറയാറുണ്ട്. നമുക്ക് ശ്രദ്ധിക്കാം. സഭാപ്രസംഗിയുടെ പുസ്തകം 5-ാം അധ്യായം 6-ാം വാക്യം. നിന്റെ വായ് നിന്റെ ദേഹത്തിന് പാപകാരണമാകരുത്, അബദ്ധവശാൽ വന്നുപോയി എന്ന്. ആ വാക്ക് അണ്ടർലൈൻ ചെയ്യുക പ്രത്യേകം സിസ്റ്റേഴ്സ്. എന്താണ്? നിന്റെ വായ് നിന്റെ ദേഹത്തിന് പാപകാരണമാകരുത്. നിന്റെ വാക്ക് കാരണമായി, നമ്മുടെ നാട്ടിൽ പലരും പറയാറുണ്ട്, അവൻ്റെ വായ അടങ്ങിയിരിക്കുകയില്ല, അവൻ്റെ കൈ അടങ്ങിയിരിക്കില്ല എന്ന് പലപ്പോഴും നമ്മളെക്കുറിച്ച് പറയാറുണ്ട്. അവരാണെങ്കിൽ വഴക്കുണ്ടാക്കിക്കൊണ്ടേയിരിക്കും, ഇങ്ങേരാണെങ്കിൽ തല്ലും, അവർ വഴക്കുണ്ടാക്കും, ഇങ്ങേര് തല്ലും. എന്താണ്? നിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ നിന്റെ ശരീരത്തിന് ദോഷകരമായിരിക്കുവാൻ പാടില്ല. അതുകൊണ്ട് കൺട്രോളിലായിരിക്കണം. പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കൂ. നമ്മുടെ അഹം മരിക്കണം, ദിനംതോറും അത് മരിക്കണം. പൗലോസ് പറഞ്ഞിട്ടുണ്ട് വചനത്തിൽ, ഞാൻ ദിനംതോറും മരിക്കുന്നു എന്ന്. ദിനംതോറും മരിക്കുന്നു പറഞ്ഞാൽ ദിനംതോറും മരിക്കുന്നുവെന്നാണോ അർത്ഥം? വിഷം കുടിച്ച് മരിക്കുന്നുവെന്നാണോ? ആത്മഹത്യ ചെയ്യുന്നുവെന്നാണോ അർത്ഥം? അതല്ല, ദിനംതോറും എൻ്റെ അഹത്തിന് ഞാൻ മരിക്കുന്നു എന്നാണ് അർത്ഥം. എൻ്റെ സ്വാർത്ഥതയിൽ ഞാൻ മരിക്കുന്നു. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ. എപ്പോഴാണ് നമ്മെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നത്, നമ്മെക്കുറിച്ച് തന്നെ ആലോചിക്കുന്നത്, നമ്മെക്കുറിച്ച് പുകഴ്ത്തി സംസാരിക്കുന്നത്? നമുക്ക് മാത്രം എപ്പോഴും നന്മയും ഉയർച്ചയും അനുഗ്രഹവും മരണമെന്ന് മാത്രം ചിന്തിക്കുകയാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഒരിക്കലും നന്മ ഉണ്ടാവുകയേ ഇല്ല. അതുപോലെ മറ്റുള്ളവർക്ക് സന്തോഷകരമായിരിക്കുകയില്ല. എനിക്ക് മറ്റുള്ളവർ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും? എൻ്റെ വീട്ടുകാർക്ക് സന്തോഷം കൊടുക്കുവാൻ എനിക്ക് എന്ത് ചെയ്യുവാൻ കഴിയും? എൻ്റെ കർത്താവിന് വേണ്ടി എനിക്ക് എന്ത് ചെയ്യുവാൻ കഴിയും?
യേശുവിന് വേണ്ടി എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്യുവാൻ കഴിയും എന്ന് ആലോചിക്കുന്നതായ സമയത്ത് നിന്റെ ജീവിതത്തിൽ എല്ലാ വ്യക്തികളും ആ രീതിയിൽ ചിന്തിക്കുവാൻ തുടങ്ങുന്ന സമയത്ത് എന്തു സംഭവിക്കും? എല്ലാ വ്യക്തിയുടെ മനസ്സ് ക്രിസ്തുവിന്റെ മനസ്സ് പോലെ ആകാനിടയാകും. നമുക്ക് ശ്രദ്ധിക്കാം ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 3-ാം വാക്യം. ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠൻ എന്നു എണ്ണിക്കൊള്ളുവീൻ. എന്താണ്? ശാഠ്യത്തോടുകൂടി ഒന്നും ചെയ്യരുത്, ദുരഭിമാനത്തോടുകൂടി പൊങ്ങച്ചത്തിനു വേണ്ടി ഒന്നും ചെയ്യരുത്. ഇന്ന് അനേക ദൈവദാസന്മാർ ചെയ്യുന്നതായ ദൈവവേല പോലും പ്രശസ്തിക്ക് വേണ്ടിയാണ്, പേരിന് വേണ്ടിയാണ്. അവർ ചെയ്തു, ഞാൻ ചെയ്യണം. ആ ദൈവദാസൻ ചെയ്തു, എനിക്കും ചെയ്യണം. അവർ അങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങനെ ചെയ്യും എന്ന രീതിയിൽ ഇന്ന് മത്സരത്തോടുകൂടി ആണ് ആളുകൾ ചെയ്യുന്നത്. നിങ്ങളെക്കാൾ കൂടുതൽ ഞാനാണ് ചെയ്തത്, ഞാനാണ് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യങ്ങൾ ചെയ്ത് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുകയല്ലാതെ ക്രിസ്തുവിൻ്റെ മനസ്സോടുകൂടി ആരും തന്നെ കാര്യങ്ങൾ ചെയ്യുന്നില്ല. ഒരേ സമയം പല പല കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട്. എന്നോടൊപ്പം ജോലി ചെയ്യുന്ന ആളുകൾ നോക്കിയാണെങ്കിൽ അവർ പലപ്പോഴും ബുദ്ധിമുട്ടുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി അവരെ പറഞ്ഞു വിട്ടിട്ട് അങ്ങോട്ട് പോയിട്ട് വരുമ്പോൾ അവർ വളരെ ബുദ്ധിമുട്ടുന്നത് കാണാം. അയ്യോ എന്നൊക്കെ പറയുന്നത് കാണാം. എന്താണ്? പകലൊടുങ്ങാൻ പോകുന്നു, രാത്രി വരാൻ പോകുന്നു. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ വേല വേഗത്തിൽ, വളരെ വേഗം ചെയ്യേണ്ടതാണ്. എന്നാൽ ഇന്നുള്ള മനുഷ്യർ മത്സരത്തിന് വേണ്ടിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുവാൻ പാടില്ല. ഒന്നും ചെയ്യാതെ താഴ്മയോടുകൂടി ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണുവീൻ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, എന്നേക്കാൾ ശ്രേഷ്ഠർ നിങ്ങളാണ്. ഭാര്യാഭർത്താക്കന്മാർ ഒരു ദിവസം ഇതൊരു 10 പ്രാവശ്യം ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വഴക്കുണ്ടാകില്ല. ഭാര്യയോട് ചെന്നിട്ട് നീ എത്ര നല്ലവളാണ്, നിനക്കത്ര ജ്ഞാനമുണ്ട്, എന്നെ സംബന്ധിച്ച് എന്താണ്, ഞാൻ അത്ര കഷ്ടപ്പാടൊന്നും ചെയ്യുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ എന്താണ്? അവളെന്ത് പറയും? നിങ്ങൾ എന്നെ സംബന്ധിച്ച് ഞാനെന്താണ്, ഞാൻ അടുക്കളയിൽ പണിയുന്നു, എന്നാൽ നിങ്ങളാണ് ബൈക്കിലൊക്കെ അത്രയും ദൂരം യാത്ര ചെയ്ത് ഒരുപാട് കഷ്ടപ്പെടുന്നത്, നിങ്ങളാണ് വലിയവൻ. എത്രയോ ഭർത്താക്കന്മാർ മദ്യപിച്ചിട്ട് കുഞ്ഞുങ്ങളെപ്പോലും അന്വേഷിക്കാൻ നടക്കുന്നവരുണ്ട്. നിങ്ങളാണെങ്കിൽ ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നില്ലേ? അങ്ങനെ പരസ്പരം പുകഴ്ത്തി നോക്കൂ. മക്കളെ പുകഴ്ത്തി സംസാരിക്കുക. മക്കളെ ശിക്ഷിച്ച് വളർത്തണമെന്ന് വചനം പറയുന്നു. എന്നാൽ നിങ്ങളുടെ മക്കളെ നിങ്ങൾ ചീത്ത വിളിച്ചുകൊണ്ട് വളർത്തണമെന്ന് വചനത്തിൽ പറയുന്നില്ല. ശിക്ഷ വേറെയാണ്, ശാസനയും ഉപദേശവും നിന്നെ ഒന്നിനും കൊള്ളത്തില്ലടാ, നീ നശിച്ചു പോകത്തേ ഉള്ളൂ, നീ ഗതികെട്ടവനാടാ, നീ പാസ്സാവില്ല, നീ പാസ്സാകത്തില്ലടാ, നീ നശിച്ചു പോകത്തേ ഉള്ളൂ, എനിക്കറിയാം നിന്റെ ജീവൻ നശിച്ചു പോകും. എല്ലാ ദിവസവും ഇതാണ്. നിനക്ക് ബുദ്ധിയില്ലടാ, നീ മന്ദബുദ്ധിയാണ്, വിവരം കെട്ടവനാണ്, മന്ദബുദ്ധിയാണ്. അപ്പോൾ എന്താണ്? അങ്ങനെ തന്നെയാകും. അതേസമയം മകനെ നീ നല്ലവണ്ണം എഴുതിയിട്ടുണ്ട്, ഇനിയും നല്ലവണ്ണം നീ എക്സാം എഴുതണം എന്ന് പറഞ്ഞു നോക്കൂ. അപ്പോഴെന്താണ്? നിനക്ക് 20 മാർക്ക് കിട്ടിയോ? അയ്യോ, നിനക്ക് 20എങ്കിലും കിട്ടിയല്ലോ, 0 കിട്ടി എത്രയോ ആളുകളുണ്ട്. മോനെ ഇനി നീ നല്ലവണ്ണം പഠിക്കണം, നിനക്ക് 80 മാർക്ക് ലഭിക്കും എന്ന് പറഞ്ഞ് എൻകറേജ് ചെയ്യൂ. അപ്പോൾ എന്താണ്? ആ കുട്ടിക്ക് നല്ല പ്രോത്സാഹനം ലഭിക്കുവാനിടയാകും. അതുകൊണ്ട് ഈ കാലത്ത് ശാഠ്യത്തോടെയല്ലാതെ സ്നേഹത്തോടെ ചെയ്യുക, താഴ്മയോടുകൂടി ചെയ്യുക. നിനക്ക് 20 മാർക്കെങ്കിലും കിട്ടിയല്ലോടാ. എടാ, എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് എത്ര മാർക്കാണ് കിട്ടിയെന്ന് നിനക്കറിയാമോ? 3 മാർക്കാണ്. അത് വെച്ച് നോക്കുമ്പോൾ നീ എത്രയോ ഭേദമാണ് എന്ന് പറയൂ. നിങ്ങൾ യഥാർത്ഥമായി ചിന്തിക്കുക. ഇന്ന് നമ്മൾ കുട്ടികൾ പഠിക്കുന്ന വിഷയങ്ങൾ നിങ്ങൾക്ക് പഠിക്കുവാൻ കഴിയുമോ? അക്കാലത്ത് സ്ലേറ്റും കല്ലുപെൻസിലും തന്നാണ് വിട്ടത്. 6-ാമത്തെ വയസ്സിൽ സ്കൂളിൽ ആദ്യമായി മുഖക്കൊക്കെ തുടച്ചിട്ട് നല്ല സ്ലേറ്റും കല്ലുപെൻസിലുമൊക്കെ തന്നു വിടുമ്പോൾ പറയുമായിരുന്നു എൻ്റെ കുഞ്ഞ് സ്കൂളിൽ പഠിക്കുന്നുവെന്ന്. ഇപ്പോഴാണെങ്കിൽ 2.5-3 വയസ്സാകുമ്പോൾ തന്നെ അവർക്ക് വലിയ ബാഗ്, ടൈ, ഷൂസ്, അവർക്കിന്നുള്ള ജ്ഞാനവും അവരിന്ന് പഠിക്കുന്നതായ വിഷയങ്ങളും നിനക്ക് പഠിക്കുവാൻ കഴിയുമോ? എന്താണ്? അവരെ കണ്ടുകൊണ്ട് നിന്നെക്കുറിച്ച് നീ ആലോചിച്ച് ഞങ്ങളുടെ കാലത്തുണ്ടായിരുന്നതിനേക്കാൾ ഇപ്പോഴുള്ള കുഞ്ഞുങ്ങൾ ഒരുപാട് മെച്ചമാണ് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുവാനിടയാകണം. ചില ആളുകളാണെങ്കിൽ മക്കളെ കണ്ടിട്ട് കരയുകയാണ്. എന്താണ് ഇവൻ പഠിക്കത്തില്ല, അവൻ ഒരു കാര്യവും നോക്കത്തില്ല, ഇവൻ്റെ ജീവിതം എന്തായിപ്പോവും എന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. മറ്റൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, ഈ കാലത്ത് പഠനമല്ല ഏറ്റവും പ്രധാനം. ചില കുട്ടികൾ നല്ലവണ്ണം പഠിച്ച 100-ൽ 100 മാർക്കും വാങ്ങിക്കാനിടയാകും. എന്നാൽ ചില കുട്ടികൾ അങ്ങനെ വാങ്ങിക്കുകയില്ല. എന്നാൽ അവർ ജീവിതത്തിൽ ഓരോരോ പുതിയ കാര്യങ്ങൾ ചെയ്യുവാനിടയാകും. അത് ഫിറ്റ് ചെയ്യും, ഇത് ഫിറ്റ് ചെയ്യും, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും. അവരുടെ മനസ്സ്, അവരുടെ ചിന്തകൾ നോക്കിയാണെങ്കിൽ ആകാശത്ത് പറന്നു പോകുന്ന രീതിയിലായിരിക്കും. എന്താണ്? ABCD ഒക്കെ പഠിച്ചുകൊണ്ട് മാത്രം നിങ്ങളുടെ മക്കൾക്ക് അറിവ് കിട്ടുമെന്നില്ല. അവരുടെ മനസ്സ് എന്തിലാണോ താല്പര്യമുണ്ടത് അത് മനസ്സിലാക്കി അതിൽ പ്രോത്സാഹിപ്പിക്കണം. എന്താണ്? ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണിക്കൊള്ളുവീൻ.
ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവൻ്റെ ഗുണം കൂടെ നോക്കണം. ഈ കാലത്ത് നിന്റെ കാര്യം മാത്രമല്ല നീ ചിന്തിക്കേണ്ടത്, മറ്റുള്ളവരെ കുറിച്ചും ചിന്തിക്കണം. നിന്റെ ഭാര്യ നിനക്ക് ആഹാരം വിളമ്പി തരുമ്പോൾ നീ കഴിച്ചോ എന്ന് ചോദിക്കണം. ചോദിക്കുമോ? ഒരു ഭാര്യ ഇപ്രകാരം വന്ന് കംപ്ലൈൻറ്റ് പറഞ്ഞു, എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 30 വർഷമായിരിക്കും, ഇതുവരെ എൻ്റെ ഭർത്താവ് ചോറ് കഴിച്ചോ എന്ന് ചോദിച്ചിട്ടില്ല. ചോറിടൂ എന്നാണ് എപ്പോഴും പറയുന്നത്. എന്താണ്? വളരെ സങ്കടം തോന്നി എനിക്കപ്പോൾ. വളരെ കഷ്ടമാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ. അമ്മയെ എത്രമാത്രം ദുഃഖിപ്പിക്കാറുണ്ട് കുഞ്ഞുങ്ങൾ. അമ്മയെ എത്രമാത്രം കണ്ണുനീർ കുടിപ്പിക്കാറുണ്ട്. അമ്മ ചോറ് കഴിച്ചു എന്നാരെങ്കിലും ചോദിക്കുമോ? മോനെ നീ ഭക്ഷണം കഴിക്കടാ എന്ന് പറഞ്ഞിട്ട് ഉരുളെ ഉരുട്ടി വായി വെച്ച് വളരെ ഓമനിച്ച് കുഞ്ഞിനെ കഴിപ്പിക്കുന്ന അമ്മമാരെ നോക്കിയിട്ടില്ലേ? നിന്റെ വിവാഹം കഴിയുന്നത് വരെ നിനക്ക് നല്ല സമയത്ത് വെച്ച് വിളമ്പി തന്ന് നിന്റെ പാത്രം എല്ലാം കഴുകി വെച്ച് വസ്ത്രമൊക്കെ കഴുകിത്തന്ന് ആ അമ്മ പ്രായമാകുന്ന സമയത്ത് അമ്മയെ ചോറ് കഴിച്ചോ എന്ന് ചോദിക്കുമോ? ചോദിക്കത്തില്ല. ഇപ്പോഴെല്ലാ മനുഷ്യരും സ്വന്തം കാര്യമാണ്. നിന്റെ ഭാര്യയോട് ചോദിക്കൂ എന്ന് പലപ്പോഴും പറയാറുണ്ട്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ട് പുതിയ രീതിയാണ്. ചോദിക്കാതിരിക്കുകയാണെങ്കിൽ, ഇപ്പോഴങ്ങനെ ചോദിച്ചില്ല എന്ന് പറയാൻ കഴിയില്ല. ഒരു ഭർത്താവ് ഇപ്രകാരം പറഞ്ഞു, അവളോട് ചോദിക്കേണ്ട കാര്യമില്ല, അവൾ നേരത്തെ ഭക്ഷണം കഴിച്ചിട്ട് കിടന്നിരിക്കും, അവന് ചോദിക്കേണ്ട കാര്യമില്ല എന്ന്. ലോകം മാറിപ്പോയിരിക്കുകയാണ്. നോക്കൂ, നിങ്ങളുടെ വീട്ടിൽ ഒരു ഡൈനിങ് ടേബിൾ ഉണ്ടായിരിക്കണം. എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചാൽ, ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ, ഒരുമിച്ച് ജീവിക്കാൻ കഴിയും. ഐക്യതയോടുകൂടി ഏക മനസ്സോടുകൂടി വരിക. ക്രിസ്തുവിൻ്റെ ഭാവത്തോടുകൂടി നിങ്ങൾ വരിക. ഒരാൾ മറ്റുള്ളവരെ സഹായിക്കുക, ഓരോരുത്തരെ സഹായിച്ചുകൊണ്ട് ജീവിക്കുക, ഐക്യതയോടുകൂടി ജീവിക്കുക. അപ്പോൾ യേശു നമ്മുടെ ഹൃദയത്തിലേക്ക് വരും, പറയേണ്ട കാര്യമില്ല. യേശു മനസ്സിലേക്ക് വരുമ്പോൾ നിന്നെക്കുറിച്ച് നീ ചിന്തിക്കുകയില്ല, മറ്റുള്ളവരെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. യേശു ക്രിസ്തുവിൻ്റെ മനസ്സ് ഉള്ള വ്യക്തികളെക്കുറിച്ച് പറഞ്ഞാൽ അവർ മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കും, തന്നെക്കുറിച്ച് ചിന്തിക്കുകയില്ല. മറ്റുള്ളവരെല്ലാം അവനെക്കുറിച്ച് ചിന്തിക്കാനിടയാകും, മറ്റുള്ളവർ തന്നെക്കുറിച്ച് ആലോചിക്കുവാനിടയാകും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലുള്ളതായ അഹം നമുക്ക് മാറ്റിയെടുക്കണം. ഹല്ലേലൂയ! എഴുന്നേറ്റ് നിൽക്കും, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ അഹത്തെ ക്രൂശീകരിക്കണമേ, നിന്റെ മനസ്സെനിക്ക് നൽകണമേ. എൻ്റെ മനോഭാവത്തെ ഞാൻ മാറ്റുകയാണ്. യേശുവിനുള്ളതുപോലെയുള്ള മനസ്സെനിക്ക് നൽകണമേ. എൻ്റെ ബലഹീനത നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. അത് മാറ്റി എനിക്ക് ബലം നീ നൽകണമേ എന്ന് കർത്താവിനോട് ചോദിക്കാം. എല്ലാവരും വായ് തുറന്നുകൊണ്ട് നിങ്ങളെക്കുറിച്ച് ഒരു വാക്ക് കർത്താവിനോട് ചോദിക്കൂ. ഇതാ, നിങ്ങളെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കൂ. നിങ്ങളുടെ ഇഷ്ടത്തെ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കൂ. നിങ്ങളുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കൂ. അപ്പോൾ ദൈവം അത്ഭുത കാര്യങ്ങൾ ചെയ്യാനിടയാകും. അഹം കലഹങ്ങൾ കൊണ്ടുവരുന്നു. അഹം ഭിന്നാഭിപ്രായങ്ങൾ കൊണ്ടുവരുന്നു. അഹം മനുഷ്യനെ നശിപ്പിച്ചു കളയുന്നു. അഹം എന്ന് പറഞ്ഞാൽ ക്യാൻസർ രോഗത്തിനേക്കാൾ ഭയങ്കരമായതാണ്. അഹം മനുഷ്യനെ നശിപ്പിച്ചു കളയുന്നു. ആ അഹത്തെ ക്രൂശീകരിക്കുക. നിന്നെ തന്നെ നീ ത്യജിക്കുക. താഴ്മയോടെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. കർത്താവേ, ഇനി ഞാനല്ല, നീയാണ്, ഞാനല്ല കർത്താവേ എന്ന് പറഞ്ഞെല്ലാവരും കരങ്ങൾ ഉയർത്തി കർത്താവിനോട് പ്രാർത്ഥിക്കുക. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി ഇവിടെ കടന്നു വന്ന ഞങ്ങളെല്ലാവരെയും നീ നോക്കണമേ. ഈ ഈഗോ മാറ്റിയെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ അഹം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഈ അഹം കാരണം കലഹങ്ങൾ ഉണ്ടാകുന്നു കർത്താവേ. അഹം കാരണമാണ് ഭിന്ന അഭിപ്രായങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. ഞങ്ങളുടെ സ്വാർത്ഥതയെ ക്രൂശീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആ ക്രൂശിൻ്റെ അനുഭവം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളിൽ നിന്നെ കാണുവാൻ കഴിയണം, നിന്റെ സ്നേഹം കാണുവാൻ കഴിയണം. പലവിധമായ സ്ഥലങ്ങളിൽ നിന്ന് വളരെ ആഗ്രഹത്തോടുകൂടി നിന്റെ മക്കൾ വന്നിരിക്കുമ്പോൾ ആരും വെറുതെ കടന്നു പോകാനിടയാകരുത്. രൂപാന്തരം പ്രാപിച്ചുകൊണ്ട് കടന്നു പോകണം. ശൗല് ശമൂവേലിനെ വിട്ടുപോയപ്പോൾ അവനൊരു പുതിയ ഹൃദയം കിട്ടിയതുപോലെ പുതിയ ഹൃദയവുമായി ഇവിടെ നിന്ന് കടന്നു പോകുവാൻ കഴിയണം. ദോഷമെല്ലാം നന്മയായി മാറണം. കണ്ണുനീർ ആനന്ദമായിട്ട് മാറണം. ഞങ്ങളുടെ വിലാപത്തെ നൃത്തമാക്കി നീ മാറ്റണമേ. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. ഇന്നു മുതൽ എൻ്റെ ജീവിതം മാറിയിരിക്കുന്നു. ഞാൻ സന്തോഷത്തോടുകൂടി ജീവിക്കും, തൃപ്തിയോടുകൂടി ജീവിക്കും. കർത്താവിൻ്റെ വചനം അനുസരിച്ചുകൊണ്ട് ഞാൻ ജീവിക്കുമെന്ന് ഇന്ന് പറയുവാൻ എല്ലാവരെയും സഹായിക്കണമെന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ.
യേശുവേ നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ 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 യേശുവേ